ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ 8ാം വിളക്കാണ് കേട്ടോ. ഇതോടുകൂടി ഭൂരിപക്ഷം ആൾക്കാർക്കും ദേശപ്പകർച്ച കിട്ടണം അവസാനിച്ചിരിക്കുന്നു കേട്ടോ. ഇനി 9ാം വിളക്കിനും 10ാം വിളക്കിനും ദേശപ്പകർച്ച ഉണ്ട്, പക്ഷെ അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ദേശപ്പകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിൽ നിന്ന് കാർഡ് കിട്ടും. ആ കാർഡ് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ദേശപ്പകർച്ചയായിട്ട് അവിടുന്ന് കഞ്ഞിയും മുതിരപ്പുഴുക്കും രസക്കാളനും ചോറൊക്കെ വൈകിട്ട് നമുക്ക്, അതേപോലെ തന്നെ രാവിലെ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരാം. അതാണ് ഈ ദേശപ്പകർച്ച എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഗുരുവായൂർ ഉത്സവത്തിനും ഇതേപോലെ തന്നെ ദേശപ്പകർച്ചയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കഞ്ഞിയുടെയും മുതിരപ്പുഴുക്കിൻ്റെയും രസക്കാളിൻ്റെയും പപ്പടത്തിൻ്റെയും ചോറിൻ്റെയും ഈവൻ പപ്പടത്തിന് പോലും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാകുന്നതുകൊണ്ട് അത്രയ്ക്കും ടേസ്റ്റ്. ലോകത്ത് എവിടെ ചെന്നാലും ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാത്തിലും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉള്ളത് കാരണമാണ് അങ്ങനെ കിട്ടുന്നത്. നമ്മൾ ഗുരുവായൂർ ജനിച്ച് ഗുരുവായൂർ വളർന്നതുകൊണ്ട് നമുക്കിതൊക്കെ ഇടയ്ക്ക് പോയി കഴിക്കാനും ഇതേപോലെ ദേശപ്പകർച്ച കഴിക്കാനൊക്കെ ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റാണ്ടും വരാൻ പറ്റാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരിക്കലും ഞാൻ കൊതിപ്പിക്കുകയല്ല കേട്ടോ. എപ്പോഴെങ്കിലും വരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് വന്ന് ഇതൊക്കെ കഴിച്ചു നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് അപ്ലോഡ് ചെയ്യണ ദിവസം ഇന്ന് 18-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് പള്ളിവേട്ടയും നാളെ ആറാട്ടുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഉത്സവാശംസകൾ.